All are welcome to ELP of Comrade Media. Today, I intend to give you the quality of a best teacher, because I know so many of you aspire to become a teacher, especially an ideal teacher. Who is an ideal teacher? A store of knowledge is not an ideal teacher. Teaching is an art as well as a mission, not a vocation only, not a mere profession. So, first of all, I will give 4 kinds of teachers, and then I will explain. No, I will try to interpret. I shall try to interpret a particular quotation, that means a sentence, occurs in Macbeth, Shakespeare's Macbeth. You should understand one thing. Shakespeare never used rhetoric language. Rhetoric means kadicha pottata bhasha ennu upayogichittu. With the simple words and simple sentences, artistically he built up the emotion as well as the pleasant experience of a literary piece. That I need not say. Let us come to the 4 categories of teachers. That is first one, a mediocre teacher. Mediocre, the word meaning MEDIOCRE, mediocre. Mediocre means average, not very good, not bad too. ഭയങ്കര ഗുഡും അല്ല, ഭയങ്കര ബാഡും അല്ല, സാധാരണ. അത്രേ ഉള്ളൂ. വിശേഷ ബുദ്ധിയോ മനോധർമ്മമോ ഇല്ലാത്ത ഒരു ലാക്കിംഗ് ക്രിയേറ്റിവിറ്റി. ചെയ്യാനുള്ളത് ചെയ്യുക, പോവുക. അപ്പോൾ എ മീഡിയോക്കർ ടീച്ചർ, ഫസ്റ്റ് വൺ, എ മീഡിയോക്കർ ടീച്ചർ ടെൽസ്, ക്ലാസ്സിൽ വന്നിട്ട് പറയുക, ആവറേജ്. എ ഗുഡ് ടീച്ചർ, നല്ലതെന്ന് പറയാൻ മറ്റേ ആവറേജേ ഉള്ളൂ, നെയ്തർ ഗുഡ് നോർ ബാഡ്. മീഡിയോക്കർ ടീച്ചർ, ഫസ്റ്റ് വൺ. എ മീഡിയോക്കർ ടീച്ചർ ടെൽസ്, കാര്യങ്ങൾ പറയുന്നു, അതിനപ്പുറമൊന്നുമില്ല, എന്ത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ അത് തന്നെ പറയും. എ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, ഒരു ഗുഡ് ടീച്ചറാകുമ്പം ഫർദർ, 1 സ്റ്റെപ്പ് ഫർദർ, പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യും, വിശദീകരിക്കും. But an excellent teacher, very good is excellent. You know this spelling, everybody knows. EXCELLENCE. That is excellence. Here, teacher ne qualify ചെയ്തുകൊണ്ട് an excellent teacher. Adjective ആകുമ്പോൾ ENT, EXCELLENT. Excellent teacher interprets, INTERPRETS, interpret. Teacher singular ആയതുകൊണ്ട് yes കൂടെ ഉപയോഗിച്ചു. An excellent teacher interprets. അത് നിങ്ങൾ വിലയിരുത്തണം. എങ്ങനെയാണ് സാറ് ക്ലാസ്സിൽ വന്ന സാറ് ഗുഡാണോ എക്സലൻ്റ് ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസം. അപ്പോൾ ഒരു എക്സലൻ്റ് ടീച്ചർ എന്ത് ചെയ്യുന്നു? ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, വ്യാഖ്യാനിക്കുകയാണ്. അത് പല തലങ്ങളിലാണ്. ഒരു സെൻറ്റൻസ് തന്നെ എടുത്തിട്ട് അതിൻ്റെ പല തലങ്ങളിൽ മീനിങ് ഉണ്ടായി. അതാ എഴുതിയ ലിറ്റററി ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ്. ഇതെങ്ങനെയും പല രീതി വ്യാഖ്യാനിക്കട്ടെ എന്നുദ്ദേശിച്ച് തന്നെ എഴുതുന്നതായിരിക്കും. ചിലപ്പോൾ അല്ലാതെ സംഭവിക്കുന്നതായിരിക്കാം. എന്തായാലും ഈ ന്യൂ ജനറേഷൻ്റെ സിനിമാക്കാർ പറയുന്നത് പോലെ കവി ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ വരുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. കവി പോലും ഉദ്ദേശിക്കാത്ത അർത്ഥതലം ചിലപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആൾ കണ്ടെത്തിയെന്നിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും. എന്തായാലും നമ്മൾ 3 സ്റ്റെപ്പായി. an excellent teacher interprets. ലാസ്റ്റിലെ കാറ്റഗറിയാണ് എ സൂപ്പർബ് ടീച്ചർ. അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റാണ്. A superb teacher inspires
ആരാകണമെന്ന് കേൾക്കുന്നവർ, ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീരുമാനിക്കുക. ശ്രമിച്ചാൽ ഒരു സൂപ്പർബ് ടീച്ചറാകാൻ പറ്റും. നമ്മുടെ ക്ലാസ് കേട്ടിട്ട് ഈ പ്രൊഫഷൻ അങ്ങനെയാണ്, എനിക്ക് ഈ വിഷയം പഠിക്കണമല്ലോ എന്ന കുട്ടിക്ക് ഏത് വിഷയമായിക്കോട്ടെ, വാട്ട് ആർ ദി സബ്ജക്ട് ബി, ഇതെനിക്കൊന്ന് പഠിക്കണമല്ലോ എന്ന് ഒരാൾക്ക് തോന്നണം. ഒരാൾക്കല്ല, കുട്ടികൾക്ക് അത് തോന്നണം. അങ്ങനെ തോന്നുന്ന സാറാണ് കുട്ടികളെ പ്രചോദിപ്പിക്കുന്നത്. ഇൻസ്പയർ ചെയ്യുക, പ്രചോദിപ്പിക്കുക. പ്രചോദനം ഇങ്ങനെ ആയിത്തീരണമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാവണം എന്ന് തോന്നുന്നതാണ് ഇൻസ്പയർ ചെയ്യുക. അപ്പോൾ ദി സ്റ്റുഡൻസ് നീഡ് നോട്ട് ഓൺലി ഇൻഫർമേഷൻ, ബൾക്ക് ഓഫ് ഇൻഫർമേഷൻ ഡസ് നോട്ട് ഡു won't do, but along with information they must get inspiration also. ഇപ്പോൾ ഞാൻ ആദ്യം മാക്ബത്ത് വരുന്നതിന് മുമ്പ് വേറെ ചെറിയൊരെണ്ണം പറയാം. ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ ജൂലിയസ് സീസറിൻ്റെ അസാസിനേഷൻ്റെ തലേ ദിവസം, അസാസിനേഷൻ എന്താണ്? മർഡർ തന്നെയാണ്, കൊലപാതകമാണ്. സ്പെല്ലിങ് 2 പ്രാവശ്യം ആ സാസ് എഴുതുക, കഴുതേന്നുള്ള ASS അസാസ് INATION. അപ്പോൾ അസാസിനേഷനായി. എന്താണ് മർഡറും അസാസിനേഷനും തമ്മിലുള്ള വ്യത്യാസം? കൊലപാതകത്തിന് പോലും പല രീതിയിൽ കൊലയുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അസാസിനേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി കൊലപാതകം, പൊളിറ്റിക്കൽ മർഡറാണ് അസാസിനേഷൻ. ജൂലിയസ് സീസറിൻ്റെ രാഷ്ട്രീയ കൊലപാതകമാണ്. പേഴ്സണൽ എനിമിറ്റിയോ റൈവലറിയോ ഒന്നുമല്ല, കുടിപ്പകയല്ല, മിയർലി പൊളിറ്റിക്കൽ, സോൺലി പൊളിറ്റിക്കൽ. പൊളിറ്റിക്കൽ ആയിട്ടുള്ള പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പൊളിറ്റിക്കൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു മീനിങ്ങും അതിനകത്ത് വരുന്നില്ല. എന്നാലും മോബ് ഹാസ് നോ ബ്രെയിൻ. മോബ് അല്ലാത്തവരും ഒറ്റയ്ക്കും കൊലപ്പെടുത്തുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ബ്രെയിൻ ഇല്ല, വ്യക്തികൾക്ക് മാത്രമേ ബ്രെയിൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. ജനക്കൂട്ടം കൂടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും ഒരാവേശത്തിൽ. പോട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ എല്ലാ അൺനാച്ചുറലായി അനുഭവപ്പെടുകയാണെന്ന് വെച്ചാൽ ഒരു ബാഡ് ഓമൻ. ഓമൻ ദുശകുനം. ജൂലിയസ് സീസർ കൊല ചെയ്യപ്പെടുന്നതിന് തലേ ദിവസം ദുശകുനമാണ് എല്ലാ രീതിയിലും. കാലിഫോർണിയ ജൂലിയസ് സീസറിൻ്റെ ഭാര്യ. ഈ പ്ലേ നടക്കുമ്പോൾ സീസറിൻ്റെ വൈഫാണ് കാലിഫോർണിയ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു എന്ന് അവർ പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഹസ്ബൻഡിനോട് പറയും, പുറത്തേക്ക് പോകരുത്, ഡോണ്ട് സ്റ്റെയർ ഔട്ട്. സ്റ്റെയർ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ചലിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച് പുറത്തേക്ക് പോകരുത്, ഡേഞ്ചറാന്ന് പറയും. ഡേഞ്ചറുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പം ഐ ഹാഡ് ബാഡ് ഡ്രീംസ്. അങ്ങയുടെ അത് എല്ലാവരുടെയും ഈ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയൊക്കെ പ്രതിമകൾ ജീവിച്ചിരിക്കുമ്പോഴേ ഉണ്ടാകും. ഇപ്പോൾ ഇവർ സ്വപ്നം കണ്ടത് ജൂലിയസ് സീസറിൻ്റെ പ്രതിമയിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് ചീറ്റി ഒഴുകുകയാണ്. ഇതാണ് അവർ. ആൻഡ് സോ മെനി റോമൻസ് ബേത്തിങ് ദെയർ ഹാൻഡ്സ് ഇൻ ദാറ്റ് ബ്ലഡ്. ആ ബ്ലഡിൽ കൈ കഴുകുന്നു കുറേ റോമൻ പൗരന്മാർ. ഇതാണ് അവർ കണ്ടത്, സ്പൗട്ടിങ് ദ ബ്ലഡ് ഫ്രം ദി സ്റ്റാച്യു ഓഫ് സീസർ. സ്റ്റാച്യുവും STATUE ഐഡലും തമ്മിൽ വ്യത്യാസം എന്താണ്? സാധാരണ മനുഷ്യരുടെ പ്രതിമയാണ് സ്റ്റാച്യു, വർഷിപ്പ് ചെയ്യപ്പെടുന്ന രൂപം. അമ്പലങ്ങളിലൊക്കെ വെച്ചിരിക്കുന്നത് വിഗ്രഹമാണ് ഐഡൽ, IDOL. അതുകൊണ്ട് ആ വിഗ്രഹ ആരാധന, ഐഡൽ വർഷിപ്പ് എന്നാണ് പറഞ്ഞത്. ഐഡൽ വർഷിപ്പിനെ കുറിച്ച് അതിനെക്കുറിച്ചും പിന്നെ നമുക്കൂടി പറയാം. ഇപ്പോൾ ഞാൻ തിരിച്ച് വരികയാണ്. ഈ അവിടെ ഷേക്സ്പിയർ, ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഷേക്സ്പിയർ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം സിമ്പിളാണ്. ഡേഞ്ചർ എന്ന് കാലിഫോർണിയ പറയുമ്പോൾ അത് തിരിച്ച് പറയുന്നതാണ്. ഡേഞ്ചർ വിൽ നോട്ട് കം ഫേസ് ടു ഫേസ് മീ. വെഡിങ്സ് എക്സാക്റ്റ് അല്ല തരുന്നത്, വെഡിങ്സ് എക്സാക്റ്റിലേക്ക് വരാം. മുഖാമുഖം നോക്കി അപകടം അതിൻ്റെ അടുത്ത് വരത്തില്ല. അത് അറം പറ്റുക എന്ന് പറയുന്നത്, ഡ്രമാറ്റിക് ഐറണി എന്നാണ് പറയുന്നത്. അറം പറ്റുന്നതിന് ഡ്രമാറ്റിക് ഐറണിയാണ്. ചുമ്മാ തമാശയ്ക്ക് പറയുന്നത് എന്തായി മാറുക വസ്തുത. ആദ്യത്തെ കുത്ത് പുറകിൽ നിന്നാണ് വരുന്നത്, കാസ്കയുടെ കുത്ത്. കാസ്കയാണ് ആദ്യത്തെ കുത്ത്. 34 കുത്തുകളിൽ ആദ്യത്തത് ബാക്കിൽ നിന്നാണ്. 34ാമത്തെ കുത്ത് ബ്രൂട്ടസിൻ്റെയാണ്, ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ കാസ്ക ഒരു, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ബേസ് വില്ലനാണ്, ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വില്ലൻ, അല്പം പോലും സ്റ്റാൻഡേർഡ് ഇല്ല, അത്ര ഒരു വില്ലനാണ്. അപ്പോൾ അത് പുറകിൽ നിന്ന് വന്ന് പാത്ത് പതുങ്ങി കുത്തുന്നെങ്കിൽ ഇപ്പോൾ നേരിട്ട് ബ്രൂട്ടസ് നേരിട്ടാണ് കുത്തുന്നത്. അവസാനത്തെ കുത്ത്, 1ാമത്തെ കുത്ത് കാസ്കയുടെ ബാക്കിൽ നിന്ന്. അപ്പം അപകടം പുറകിൽ നിന്നേ വരത്തുള്ളൂ എന്ന് അയാളുടെ നാക്കിൽ നിന്ന് തന്നെ വന്നു. ദിസ് ഈസ് ഡ്രമാറ്റിക് ഐറണി. അപ്പോൾ അദ്ദേഹം
പറയുന്നത് ഡേഞ്ചർ ഫേസ് ടു ഫേസ് വരില്ല. അവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഡേഞ്ചർ നോസ് ഫുള്ളി വെൽ ദാറ്റ് സീസർ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ഡേഞ്ചർ. നോക്കുക, ഈ ഡേഞ്ചറിന് ഭംഗിയായിട്ട് അറിയാം. അപ്പോൾ ഡേഞ്ചറിനെ പേഴ്സോണിഫിക്കേഷൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ഡേഞ്ചർ ഒരു വ്യക്തിയല്ല, പക്ഷെ ഡേഞ്ചറിനെ അറിയാവുന്നു, അപകടത്തിന് ഭംഗിയായിട്ട് അറിയാം. ഞാൻ അപകടത്തേക്കാൾ അപകടകാരിയാണെന്ന് ആണ് ആ സ്ട്രെങ്ത് ഓഫ് മൈൻഡ് നോക്കുക. അവിടെ എന്നെ മൊത്തമാകത്തില്ല. ബാക്കി എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്നോട് നോക്കുക ഈ സെൻറ്റൻസ്, ഡേഞ്ചർ നോസ് ഫുള്ളി വെൽ, ഭംഗിയായിട്ട് അപകടത്തിന് അറിയാം. ദറ്റ് ഐ ആം എന്നല്ല, എല്ലാം തേർഡ് പേഴ്സണേ പറയും. ഒരുതരം അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ റോയൽ ലാംഗ്വേജ്, റീഗൽ ലാംഗ്വേജാണ്. നാം എന്നൊക്കെ പറയുന്ന പോലെ നാം സീസറിനറിയാം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഡേഞ്ചർ നോസ് വെരി വെൽ ദറ്റ് സീസർ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ഡേഞ്ചർ. വെറും ഡേഞ്ചർ എന്ന വാക്കുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു? ഒരുപാട് കടിച്ചപ്പെടുന്ന വാക്കോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപകടത്തിന് ഭംഗിയായിട്ട് അറിയാം, സീസർ അപകടത്തേക്കാൾ അപകടകാരിയാണെന്ന് എന്ന് പറയും. ഫെച്ച് മൈ കോട്ട് കൊണ്ടുവരാൻ പറയും, കൊണ്ടുപോകാനായിട്ട്. ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് വരിക ഇപ്പം നിമിഷങ്ങൾക്കാവുക. അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഡേഞ്ചർ ആൻഡ് സീസർ, ഡേഞ്ചർ സീസറും ആർ ടു കപ്സ് ലിറ്റേഡ് ബൈ ഓൺ ലയണസ്. വന്യമൃഗങ്ങളുടെ കുട്ടികൾക്ക് നമ്മൾ കബ് എന്നാണ് പറയുന്നത്. വീട്ടിൽ വളർത്തുന്നതിന് കാഫ്, പശുവിൻ്റെ കാഫ്, എരുമയുടെയൊക്കെ കാഫ് എന്നാണ്. ആട്ടിൻ്റെ മാത്രം ലാമ്പ് പോട്ടെ. വന്യമൃഗങ്ങളുടെ ഏത് വന്യമൃഗങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കബ് എന്ന് പറയാം, CUB കബ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരൊറ്റ സിംഹം, ഫീമെയിൽ ലയണസ്, ഒറ്റ സിംഹി അല്ലെങ്കിൽ സിംഹം പ്രസവിച്ച ഇരട്ടക്കുട്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ നമുക്കതിനെ മനുഷ്യരുടെ ഇരട്ടക്കുട്ടി ട്വിൻസിൻ്റെ ഇടയ്ക്കറിയാം, ഒരാൾ ആദ്യം വരും, അത് കഴിഞ്ഞുള്ള മറ്റേ ആളുകൾ. ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസം വരും, ചിലപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വ്യത്യാസം വന്നിട്ടുമുണ്ട്. എന്നാലും ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂത്തതെന്ന് പറയാറുണ്ട്. ഇവനാ മൂത്തവൻ, ആദ്യം വന്നവനെ മാർക്ക് ചെയ്ത് മൂത്തതായിട്ട് കണക്കൂട്ടും. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഐ ആം ദി എൽഡർ. ഡേഞ്ചറും ഞാനും ഇരട്ടാളാണെങ്കിലും അല്പം മൂത്തത് ഞാനാണ്. അതുകൊണ്ട് മുഖത്ത് നോക്കി എന്നെ അവൻ അറ്റാക്കി, ചേട്ടൻ ഞാനല്ലേ. ഇത്രയും ഭാവനകൾ നോക്കുക. ഇത്രയും പറഞ്ഞാൽ നിർത്തുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തലേ ദിവസം ഉണ്ടായ ദൂഷകങ്ങളെക്കുറിച്ചൊരു ഓൾഡ്മാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ഓൾഡ്മാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമുക്ക് ശരിയായിട്ട് പറയേണ്ടത്. അതായത് ചിൽഡ്രൻ കാൽക്കുലേറ്റ്, fools calculate എന്നാണ്. fools children calculate, old men play എന്ന് പറയുന്നത്. അതായത് കുട്ടികളും വിഡ്ഢികളും സാറിന് കാൽക്കുലേറ്റ് ചെയ്യാറില്ല, അവർ കാൽക്കുലേറ്റ് ചെയ്ത് നീങ്ങുന്നു. വയസ്സൻ ബുദ്ധിയുള്ളവർ പ്ലേഫുള്ളായിട്ട് മാറുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഒരു കാര്യത്തെ രണ്ട് രീതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യമാണ്. അതിൽ അടുത്തതായിട്ട് നമുക്ക് മാക്ബത്തിലെ ഒരു കോണ്ടെക്സ്റ്റാണ് പറയാൻ പോകുന്നത്. അത് ആ സെൻറ്റൻസ് ആണ്, സെക്യൂരിറ്റി ഈസ് മോർട്ടൽസ് ചീഫസ്റ്റ് എനിമി എന്നാണ്. സെക്യൂരിറ്റി ഈസ് മോർട്ടൽസ് ചീഫസ്റ്റ് എനിമി. ഇതിനെ നമുക്കൊന്ന് അർത്ഥം പറയാം. സെക്യൂരിറ്റി നമുക്കറിയാം സുരക്ഷിതത്വമാണ്. മോർട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബീയിങ് ആണ്. ഒന്ന് പറയാം, സെക്യൂരിറ്റി ഈസ് മോർട്ടൽസ് ചീഫസ്റ്റ് എനിമി. ചീഫസ്റ്റ് മീൻസ് മോസ്റ്റ് മെയിൻ, ഏറ്റവും മുഖ്യമായിട്ടുള്ള ശത്രു മനുഷ്യൻ്റെത് സെക്യൂരിറ്റിയാണ്. ഇതിൻ്റെ അർത്ഥം ഇത് ഒരു കോണ്ടെക്സ്റ്റാണ് പറയുന്നെങ്കിലും ഇത് മാക്ബത്തിലെ 2-3 ഒക്കേഷനിൽ ഇത് അന്വർത്ഥമാണ്, ഇത് ആപ്ലിക്കബിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറപ്പ് വരുന്നത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ. സുരക്ഷിതത്വം എന്താണെന്നുള്ള അർത്ഥം മനുഷ്യൻ്റെ ശത്രുവാണോ സുരക്ഷിതത്വം? അല്ലെ, ഇന്നത്തെ നമ്മുടെ 20ാം നൂറ്റാണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാം. സെക്യൂരിറ്റിക്കാരെ പേടിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ അവരുടെ തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും എന്ന 2 പേരാണ്. അവർ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബോഡി ഗാർഡ്സായിട്ട് പോയവരാണ്. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അതൊരു വെറും കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അന്ന് ഷേക്സ്പിയർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കിയാലും നെവർ ബി ഓവർ കോൺഫിഡൻറ്റ്. ഇതൊന്നും എനിക്ക് പിടിക്കത്തില്ല, ആർക്കും പിടിക്കാം.
Pandemic may affect anyone, irrespective of position or age, caste or anything. പക്ഷേ ഓരോരുത്തരും എനിക്ക് പറ്റത്തില്ല, എനിക്ക് പിടിക്കുക. നമ്മൾ പറയത്തില്ല ഇപ്പോൾ ജനം എന്തൊരു ജനമായത്, ജനത്തിന് ഈ ജനം ഇങ്ങനെ ആയിപ്പോയി, ജനം ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഞാനൊന്നും ജനമല്ലേ, അത് നമ്മൾ ഓർക്കില്ല. എന്ന് പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഈസ്, ഇവിടെ സെക്യൂരിറ്റി മീൻസ് ഓവർ കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ എന്നെ ഒന്നുകൂടെ ഇന്റർപ്രറ്റ് ചെയ്യാം. സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഞാൻ സുരക്ഷിതമാണെന്നുള്ള സുരക്ഷിതത്വ ബോധം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമുക്ക് എപ്പോഴും എന്ത് സംഭവിക്കാം എന്നൊരു മനസ്സിൽ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ മൂവ് ചെയ്യാൻ, ജീവിക്കാൻ. ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം. അതാണ് ദ സെൻസ് ഓഫ് സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ. ഡങ്കൻ മഹാരാജാവിൻ്റെ കൊലയ്ക്ക് മുമ്പ് മാക്ബത്തിനെ അമിതമായി വിശ്വസിച്ചു മാക്ബത്തിൻ്റെ വീട്ടിൽ വന്ന് കിടക്കുന്ന ഒരു രംഗമുണ്ട്, ഒരു യുദ്ധം ജയിച്ചതിൻ്റെ സന്തോഷത്തിന്. അപ്പോൾ മാക്ബത്തിന് 3 രീതിയിൽ ഡങ്കൻ മഹാരാജാവുമായിട്ട് ബന്ധമുണ്ട്. ഈ പ്ലേയുടെ മാക്ബത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡാണ് അതിൻ്റെ ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഒരു പ്ലേ പഠിക്കുമ്പോൾ നമ്മൾ അതിന് 2 പഠിക്കും. ക്രോണോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഏത് കാലത്ത് നടന്നതാണ്. 1040 1040 1040 അന്ന് നടന്നൊരു ചെറിയ സംഭവം എടുത്ത് ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ ആക്കിയത് നടന്നതായിരിക്കണം. അപ്പോൾ 1060 സംഭവം ഇത് എഴുതുന്നത് 1597. 1564 ഷേക്സ്പിയർ ജനിച്ചു. 1596 ഇത് എഴുതുന്നത്. 1616 ഷേക്സ്പിയർ മരിക്കുന്നു. അപ്പോൾ ഈ ഒരു 500 വർഷത്തിന് ബാക്കിലുള്ള സ്കോട്ട്ലൻഡിൽ നടന്നൊരു സംഭവമാണ് ഇംഗ്ലണ്ടുകാരനായ ഷേക്സ്പിയർ ഇവിടെ എഴുതുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് 3 വരുന്നുണ്ട് മാക്ബത്തിൽ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്. ഇംഗ്ലണ്ട് ശരിയായിട്ടും വരുന്നുണ്ട്, ഇത് 3 വരുന്നുണ്ട്. ഡങ്കൻ്റെ കൊല കഴിഞ്ഞപ്പോൾ മക്കൾ 2 പേരും അയർലൻഡിലേക്കും ഇംഗ്ലണ്ടിലേക്കുമാണ് ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാം, UK എന്ന് പറയുന്ന 4 രാഷ്ട്രങ്ങളാണ്, 4 നേഷൻസ്. യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ്, 4 കിങ്ഡമാണ്. അത് ഇടയ്ക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും സെക്യൂരിറ്റി ഈസ് മോർട്ടൽസ്. മോർട്ടൽ മീൻസ് ശരിക്കും മോർട്ടൽ എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം മാരകം, മരിക്കുന്നത്, മോർട്ടൽ. പോസ്റ്റ് മോർട്ടം, മരണശേഷമുള്ള, പോസ്റ്റ് ശേഷമുള്ള പ്രക്രിയ സർജറിയാണ്. പോസ്റ്റ് മോർട്ടം സർജറി നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. മോർട്ടം, മോർട്ടൽ, നശ്വരം, നശിക്കുന്നത്, നശ്വരം. അതിൽ ഇമ്മോർട്ടൽ സിംഗർ, അനശ്വര ഗായകൻ, ഇമ്മോർട്ടൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്, മരണമില്ലാത്ത, നശിക്കാത്ത. അപ്പോൾ മോർട്ടൽ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മരിക്കുന്നവനാണ്. അവിടെ മോർട്ടൽസ് എന്നുള്ള പ്രയോഗം ഇവിടെ മനുഷ്യന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഓവർ സെക്യൂരിറ്റി ഡങ്കൻ്റെ വിചാരം എനിക്ക് ഒറ്റ കുഴപ്പം ഇവിടെ വരത്തില്ല. അപ്പോൾ 3 കാരണമാണ്. ഒന്ന്, മാക്ബത്ത് ഈസ് ഹിസ് കിൻസ്മാൻ. KNS, കിൻസ്മാൻ മീൻസ് റിലേറ്റീവ്. മാക്ബത്ത് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ അതായത് മാക്ബത്തിൻ്റെ അച്ഛൻ സിനൽ എന്ന് പറയുന്നത് ഡങ്കൻ രാജാവിൻ്റെ ഫസ്റ്റ് കസിനാണ്. ഡങ്കൻ രാജാവിൻ്റെ ഫസ്റ്റ് കസിൻ ആണ് സിനൽ, മാക്ബത്തിൻ്റെ അച്ഛൻ. അപ്പോൾ മാക്ബത്ത് ബ്ലഡ് റിലേഷനുള്ള ആളാണ്, ക്ലോസ് റിലേറ്റീവാണ്. 3, മാക്ബത്ത്, രണ്ടാമത്തെ മാക്ബത്തീസ് ഒരു പ്രത്യേക രാജ്യത്തെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ഒരു വിഭാഗത്തിൻ്റെ പ്രഭുവാണ്. ആ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുക. തെയിൻ എന്നതിന് പറയുന്നത്, ആ പ്രഭു ലോഡ് എന്നല്ല പറയുന്നത്, THENE, തെയിൻ ഓഫ് കൗഡർ ആണ്. 3ാമത്തെന്ന് വെച്ചാൽ ഏറ്റവും ഭയങ്കരമാണ്, 2 സേനാനായകന്മാരിൽ ഒരാളാണ്. അപ്പം സേനാനായകനാണ്, തെയിൻ ഓഫ് കൗഡറാണ്, ക്ലോസ് റിലേറ്റീവാണ്. ഇത്രയുള്ള ഒരാളുടെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെ. ആ ഓവർ സെക്യൂരിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് ലെറ്റ് us wind up now. The rest will be taken in the next episode. Thank you for listening to me so far.